ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഭക്തർക്ക് പ്രത്യേക ഫലങ്ങൾ നൽകുന്നു. ജയ ഏകാദശി ആരാധനയിലൂടെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു, ഭയത്തിൽ നിന്നും മുക്തി നേടുന്നു. ജയ ഏകാദശിയുടെ പ്രാധാന്യം പത്മപുരാണത്തിലും ഭവിഷ്യോത്തര പുരാണത്തിലും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പാണ്ഡവരിൽ മൂത്തപുത്രനായ യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണൻ ഈ ഏകാദശി വ്രതത്തിൻ്റെ മഹത്വവും ആചരിക്കുന്ന രീതിയും വിവരിക്കുന്നുണ്ട്. അതിനാൽ ജയ ഏകാദശി വ്രതം വളരെ ശക്തമായ വ്രതമായി കണക്കാക്കപ്പെടുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഏറ്റവും ക്രൂരമായ പാപങ്ങളിൽ നിന്ന്, അതായത് ബ്രഹ്മഹത്യ പാപത്തിൽ നിന്നുപോലും മോചനം ലഭിക്കും. മറ്റ് ഏകാദശികളെ അപേക്ഷിച്ച് ഇരട്ടി ഫലം ലഭിക്കുന്ന വ്രതമാണ് ജയ ഏകാദശി വ്രതം. ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും ശിവനെയും ആരാധിക്കുന്നത് വളരെ ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നു. ജയ ഏകാദശി നാളിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അതിനുശേഷം മഹാവിഷ്ണുവിനെ ആരാധിക്കുക. നിവേദ്യങ്ങളോടൊപ്പം ചന്ദനം, അക്ഷതം, പുഷ്പങ്ങൾ, മാല, തുളസി എന്നിവ സമർപ്പിക്കുക. ഇതോടൊപ്പം നെയ്വിളക്കും ധൂപവും കത്തിക്കുക. വിഷ്ണു ചാലിസ, വിഷ്ണു സഹസ്രനാമം, നാരായണ സ്തോത്രം എന്നിവ ചൊല്ലുക. അവസാനം ആരതി നടത്തുക. ഈ ദിവസം ചൂതാട്ടം പാടില്ല. ഈ ദിവസം നിങ്ങൾ ഉറങ്ങരുത്. ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ മന്ത്രം മാത്രമേ ജപിക്കാവൂ. ഈ ദിവസം മോഷ്ടിക്കരുത്. ഈ ദിവസം മോഷ്ടിക്കുന്നതിലൂടെ 7 തലമുറയ്ക്ക് പാപഫലം ലഭിക്കും. ഏകാദശി നാളിൽ ലഘുഭക്ഷണവും പാനീയങ്ങളും കഴിക്കാം. സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. ഈ ദിവസം പരുഷമായ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഈ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുക. വൈകുന്നേരം ഉറങ്ങരുത്. ഏകാദശി നാളിൽ ഭക്തർ തുളസി ചെടി നടണം. ഇതിലൂടെ മഹാവിഷ്ണു പ്രസാദിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം ഈ ദിവസം ജമന്തി ചെടി നടുന്നതും ഗുണം ചെയ്യും. വീടിൻ്റെ വടക്ക് ദിശയിലാണ് ഈ ചെടി നടേണ്ടത്. ജയ ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുകയും കുങ്കുമം പൂജിക്കുകയും ശ്രീഹരിക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഇതിനുശേഷം വാഴപ്പഴം കഴിക്കുക. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യക്കാർക്ക് ഭക്ഷണമോ പണമോ വസ്ത്രമോ ദാനം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ പുണ്യത്തിൻ്റെ ഫലം ലഭിക്കും. ആൽമരത്തിലാണ് വിഷ്ണു കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ വിശേഷ ദിവസത്തിൽ ആൽമരത്തിന് വെള്ളം സമർപ്പിച്ച് വൈകുന്നേരം ആൽമരത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ ശ്രീഹരി സന്തുഷ്ടനാകുകയും നിങ്ങൾക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു.